പെണ്ണാളിൽ കഴിയുമ്പോൾ പടത്തിലേക്ക് ഡയറക്ടർ വിളിച്ച് എൻഗേജ്മെന്റ് കഴിയുമ്പോൾ ഇതിന്റെ ഷൂട്ട് തുടങ്ങി, കല്യാണം കഴിയുമ്പോൾ പടം റിലീസുമായി. OTT-ൽ ഇറങ്ങുമ്പോൾ കൊച്ചാവെന്ന് മാത്രം ചോദിക്കില്ല. ഞാൻ ആഗ്രഹിച്ചവർ എൻ്റെ സിനിമ കാണാൻ ഇതുവരെ വന്നിട്ടില്ല. ഉറപ്പാണ് എൻ്റെ സക്സസിന്റെ പിന്നിൽ എൻ്റെ വൈഫ് തന്നെയാണ്. ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ ലൈഫിലെ അവസാന സിനിമ. ഇവളുടെ ഫാമിലിയിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു പണിയില്ലാത്തവനെയൊക്കെ കിട്ടണം എന്തിനാണെന്ന് പറയും. അന്ന് അവരാ ഇട്ടതിന്റെ വാശിയിലാണ് ഇന്ന് ഈ ബിഗ് സ്ക്രീനിൽ ഇരിക്കണം. നല്ല ഫാമിലി നേരത്തെ കിട്ടി മൈൻഡ് ചെയ്തില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരെ കൂടെ ഇരുന്ന് സിനിമ കാണണം എന്നുള്ളത്. വൈഫ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ വേണ്ടി പ്രത്യേകിച്ച് ആരും ഒന്നും അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ 10 കൊല്ലമായിട്ട് ഞങ്ങളും ഇഷ്ടത്തിലായപ്പോൾ ഞാൻ അന്നും പറയും തിരിച്ചു പോകാനും വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് വണ്ടിക്കൂലിയുണ്ട്, വഴി അറിയാം, അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം. അപ്പോൾ കൊച്ചിനെ കൂടെ പടത്തിലോട്ട് കയറ്റണം എന്നുള്ളതുണ്ടല്ലോ. പക്ഷേ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിൽക്കും. ഈ 2 കൊല്ലം കഴിഞ്ഞാലേ കൊച്ചെണീറ്റൊക്കെ നടക്കുള്ളൂ അല്ലേ ഇച്ചിരി. ആരോ ഒരാൾ ചോദിച്ചു അല്ലേ എങ്ങനെ ഒരാളിവിടെ ചോദിച്ചു. മിക്കവാറും അടുത്ത സിനിമയിൽ ബേബി ആയിട്ടുള്ള ഒരു അടുത്ത 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് ചിലപ്പം 2 കൊല്ലം കഴിഞ്ഞാലേ കൊച്ചെണീറ്റൊക്കെ നടക്കുള്ളൂ അല്ലേ ഇച്ചിരി. അതിനിപ്പോഴേ ഞാൻ ആദ്യം വളരട്ടെ. നിങ്ങൾ എന്നെ കണ്ടിട്ട് വളർന്നിട്ട് തോന്നുന്നുണ്ട്. എന്നൊന്ന് വളർത്താൻ പറയാം. ഇപ്പം ഞാൻ സിനിമയിൽ കയറി. ഇപ്പം എൻ്റെ 3ാമത്തെ സിനിമയാണ്, 4ാമത്തെ സിനിമയാണ്. വർഷം ഒരു സിനിമയിൽ ഇപ്പം അഭിനയിച്ചു. ഒരു ചെറിയ കരുതൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ചെറിയൊരു പാട്ടിൽ ചെയ്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞു. അപ്പം അതിന് ശേഷം ഇനിയിപ്പം 2 പേരുമായി. ഇനി കൊച്ചിനെ കൂടെ പടത്തിലോട്ട് കയറ്റണം എന്നുള്ളതുണ്ടല്ലോ. പക്ഷേ 5 വർഷം കഴിഞ്ഞിട്ടൊക്കെ മതി. ഓക്കെ, ഇനി കുറച്ച് പ്രൊഫഷണലായിട്ട് ദൃശ്യൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആയിരിക്കും കൂടുതലും കാണുന്നത്. അതായത് ഭയങ്കര ബോഡി ഷേമിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കുറ്റപ്പെടുത്തലായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ തരണം ചെയ്യുന്നത്. ചെറിയൊരു കാര്യം വന്നാൽ ഞാൻ ഭയങ്കര ഡൗൺ ആവും. പക്ഷേ എന്നിട്ടും വീണ്ടും ആ ചെയ്ത് ഇവിടം വരെ എത്തിയപ്പോൾ ഇപ്പം ഒരു ബിഗ് സ്ക്രീൻ കഴിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒറ്റ ഒരു ഉത്തരവാണ് പറയേണ്ടത്. ഇപ്പോൾ അതങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യം വേണം, ഇല്ല ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി തിരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെത്തും വരെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നിൽക്കും. ഈ പണ്ട് ശ്രീനിവാസൻ സാർ ഇതുപോലെ സിനിമയിൽ അഭിനയിക്കാനും വേണ്ടിയിട്ട് പ്രിയദർശൻ സാറിൻ്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയദർശൻ സാർ പറയും ഇവിടെ ഒരു സംഭവം ഇല്ല, എന്താണ് ഇവിടെ തിരക്കഥയില്ല, നിൻ്റെ കഥ ഉണ്ടെങ്കിൽ നിനക്ക് അഭിനയിക്കാം, അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം. അപ്പോൾ പുള്ളിക്കാരൻ പറയും തിരിച്ചു പോകാനും വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് വണ്ടിക്കൂലിയുണ്ട്, വഴി അറിയാം, പക്ഷെ അങ്ങനെ വന്ന കാര്യം നടക്കൂല, അതുകൊണ്ട് പിടിച്ചു നിന്ന. അതുപോലെ തന്നെയാണ് ഞാൻ. ഇപ്പം എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, സിനിമയിൽ ഒരു ചെറിയൊരു വേഷമെങ്കിലും ചെയ്യണം, ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം എന്നുള്ളത്. ദൈവം സഹായിച്ച് ഇതിന്റെ. അപ്പൊ ശരിക്കും അന്ന് മുതലേ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ. എന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായി സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. ഇവിടെ പ്രേമിച്ചുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു 10 കൊല്ലമായിട്ട് ഞങ്ങളും ഇഷ്ടത്തിലായപ്പോൾ ഞാൻ അന്നും പറയടി എനിക്ക് സിനിമ. വർഷം ആ സമയത്ത് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ല, ആക്ച്വലി ഞാൻ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കൂ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇപ്പം നമ്മൾ ജോബ് ഒരു 9 to 5 ജോബ് അല്ലാതെ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വേറൊരു എയിം ചിന്തിക്കുന്ന ഒരാളെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ സമയത്ത് കാണുന്നത്. ആ കൊച്ചിലെ സിനിമ എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആ സമയത്ത് അപ്പോഴാണ് കാണുന്നത്. അപ്പോഴും ഞാനിങ്ങനെ ഒരു ദൈവം ഇത് എന്താവും എന്നുള്ള. പിന്നെ എനിക്ക് ഇവൻച്വലി മനസ്സിലായി അതൊരു ആഗ്രഹം അങ്ങ് പതിഞ്ഞ് കിടക്കുക, അതിന് മാറ്റാൻ പറ്റില്ല. അപ്പം വർക്ക് ചെയ്ത് അത് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് നല്ല ടാലൻ്റ് ഉള്ള ആളാണ്. അപ്പം അത് വർക്ക് ചെയ്യുക, പിന്നെ എവിടെയെങ്കിലും എത്തുമെന്ന് എനിക്കിപ്പോഴും എനിക്ക് തോന്നുന്നു ഇനിയും സിനിമകൾ അഭിനയിക്കും. എൻ്റെ മനസ്സങ്ങനെ പറയും. എനിക്ക് ലൈഫിൽ എനിക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റും, മീൻസ് എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ആരും ഒന്നും അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആകെ ചെയ്തിട്ടുള്ള ഇവള് കല്യാണം കഴിച്ചെന്നെ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേണ്ടി ലൈഫിൽ ആരും അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സോ അങ്ങനെ വരുമ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ ആഗ്രഹം നടത്തുക എന്നുള്ളത്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർ, കുറേ ആൾക്കാർ, ഇവരെല്ലാവരും ഉണ്ട്. അവർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചവർ എൻ്റെ സിനിമ കാണാൻ ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അച്ഛനായിരുന്നാലും അമ്മ കണ്ടോന്ന് എനിക്കറിയില്ല, അച്ഛനും കണ്ടോന്ന് ഇവരാരും കണ്ടോന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവരെ കൂടെ ഇരുന്ന് സിനിമ കാണണമെന്നുള്ളത്. പക്ഷേ സ്വാഭാവികം ഞാൻ ചിന്തിച്ചു ഇവരുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവർ സിനിമ കണ്ടോന്നില്ല എനിക്കറിയണം. പകരം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടു. ഒരുപക്ഷെ എനിക്ക് അവർക്കും എൻ്റെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് ഈ കളിയാക്കലൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ നിന്നുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഓക്കെ. അതാണ് എനിക്ക് നെക്സ്റ്റ് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മൊമെൻ്റ് ആണ്. ആദ്യത്തെ നിങ്ങളുടെ മാരേജ് ആയിരുന്നു, ഇത് വലിയൊരു മൊമെൻ്റ് ആണ്. ഇപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവ്സ് വരാറുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് ശരിക്കും മുഖത്തടിച്ച് പറയാൻ പറ്റുന്ന ഒരു വേദിയാണിത്. അതെ, എന്ന് വെച്ചാൽ എനിക്ക് അവരുടെ അടുത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് കമൻറ്റ് ഉള്ളൂ. കാരണം അവരാ ഇട്ടതിൻ്റെ വാശിയിലാണ് ഇന്ന് ഈ ബിഗ് സ്ക്രീനിൽ ഇരിക്കണം. നാളെ എനിക്ക് സിനിമ കിട്ടിയില്ലെന്ന് പോലും എനിക്കറിയണം. നാളെ ഇപ്പോൾ കിട്ടോ ഇല്ലെന്ന് പോലും എനിക്കറിയാം. ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ ലൈഫിൽ അവസാന സിനിമ. എങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ അനൂപ് മേനോൻ സാറിൻ്റെ കൂടെ ആയിരുന്നാലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. നാളെ എന്നെ ഏതെങ്കിലും സിനിമയിലോട്ട് വിളിച്ചാലും സന്തോഷം, വിളിച്ചില്ലെങ്കിലും, കാരണം വിളിക്കില്ലെന്ന് പോലും എനിക്കറിയണം. മനുഷ്യന്മാരുടെ കാര്യമാണ്, പുതിയ നല്ല ആൾക്കാർ വരുന്നുണ്ട്. വിളിച്ചില്ലെങ്കിൽ പോലും ഈ സിനിമയിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കൊരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. 3 പടത്തിൽ അഭിനയിച്ചു. 3 ഒരു പാട്ട് സിനിമ ഉള്ള മൊത്തം 4 പടത്തിൽ അഭിനയിച്ചു. ഹാപ്പിയാണ്. ഇനി കിട്ടിയാൽ ഒരുപാട് സന്തോഷം, കിട്ടിയില്ലെങ്കിൽ വിഷമം കാണും. എന്നിരുന്നാലും
പറ്റുന്നത് പോലെ പക്ഷെ തളരത്തില്ല. തളരൂല. കാരണം ഈ ചെറുപ്പം തൊട്ടേ ഈ നെഗറ്റീവ് കമന്റ്സ് ചെറുപ്പം തൊട്ടേ പണികൾ കിട്ടി തുടങ്ങിയതാണ്. ഒരു വശത്ത് നിന്ന് വീട്ടിൽ നിന്നായിരുന്നാലും ഫാമിലിയിൽ നിന്നായിരുന്നാലും കിട്ടി, മൈൻഡ് ചെയ്തില്ല. കമന്റ് സെക്ഷനിൽ നിന്നായിരുന്നാലും കിട്ടി, മൈൻഡ് ചെയ്തില്ല. ഇപ്പം ഇവളെ കെട്ടണ സമയത്തായിരുന്നാലും ഇവളെ ഫാമിലിയിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു പണി ഇല്ലാത്തവനെയൊക്കെ കെട്ടണം എന്തിനാണെന്ന് പറയും. അന്ന് ഇവള് പറയും ഞാനല്ലേ കെട്ടണം, നോക്കിക്കോളാം. അങ്ങനെ വന്ന് ഇത്രയും പിടിച്ചു നിന്ന് ഒരു സിനിമയും കിട്ടി. ഇനി എന്ത് വന്നാലും ഒരു ഒരു പുരുഷന്റെ സക്സസിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയുന്നത് ഉറപ്പാണ്. എന്റെ സക്സസിന്റെ പിന്നിൽ എന്റെ വൈഫ് തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ കുറച്ചുകൂടെ ഉറക്കെ പറയണം, ചിലർക്ക് കേൾക്കാനുണ്ട്. എന്റെ പെണ്ണ് കാണൽ കഴിഞ്ഞപ്പം ഈ പടത്തിലേക്ക് എന്നെ ഡയറക്ടർ വിളിച്ച്, അതെ പെണ്ണ് കാണൽ കഴിയുമ്പോൾ പടത്തിലേക്ക് ഡയറക്ടർ വിളിച്ച്, എൻഗേജ്മെന്റ് കഴിയുമ്പോൾ ഇതിന്റെ ഷൂട്ട് തുടങ്ങി, കല്യാണം കഴിയുമ്പോൾ പടം റിലീസുമായി. ഇനി പടം OTT-ൽ ഇറങ്ങുമ്പോൾ കൊച്ചാവെന്ന് മാത്രം ചോദിക്കില്ല, എടുക്കും. എടുത്തെടുത്ത് പറഞ്ഞപ്പോ എന്തോ നമുക്ക് സ്പാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ ഇല്ല. ഓക്കെ, എന്തായാലും അതിന് വിഷു അഡ്വാൻസ്ഡ്. ഓക്കെ താങ്ക് യു. അപ്പൊ എല്ലാവരും തനിനിറം പോയി കാണണം. എന്റെ തനിനിറം ഈ പടത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോഹന്റെയും അനൂപ് സാറിന്റെയും പിച്ചാരടി ചേട്ടൻ, തങ്കച്ചൻ ചേട്ടൻ, നോബിച്ചേട്ടൻ, ആദർശ് ഷാനവാസിന്റെ, അനഘയുടെ, അങ്ങനെ ഒരുപാട് പേരുടെ തനിനിറം ഈ പടത്തിനകത്തുണ്ട്. കാണണം എല്ലാവരും. അല്ലേ? കാണാം, എല്ലാവരും കാണണേ. ഓക്കെ.